നടൻ ശ്രീനിവാസനെ അനുസ്മരിച്ച് സിനിമാ സാംസ്കാരിക ലോകം. അടുത്ത സുഹൃത്തിനെ അനുസ്മരിച്ച പലർക്കും വാക്കുകൾ മുഴുമിപ്പിക്കാനായില്ല. സത്യൻ അന്തിക്കാട്, മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഏറെ വൈകാരികമായിരുന്നു അടുത്ത സുഹൃത്തും സംവിധായകനുമായ സത്യൻ അന്തിക്കാടിന്റെ പ്രതികരണം. 2 ആഴ്ച കൂടുമ്പോൾ ശ്രീനിവാസന്റെ വീട്ടിൽ പോയി ആരോഗ്യവിവരം തേടുമായിരുന്നുവെന്ന് വിതുമ്പലോടെ സത്യൻ അന്തിക്കാട് ഓർത്തെടുത്തു. ഉറ്റ സുഹൃത്തിന്റെ വിയോഗത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ വാക്കുകൾ മുറിഞ്ഞു. 2 ആഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകും, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. കാരണം കുറച്ച് നാളായിട്ട് അസുഖമായിട്ട് കിടക്കാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അത് നോക്കിയിട്ട് കാര്യമില്ല, നമുക്കിനി തിരിച്ചു വരാം. അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. ഉദയംപേരൂരിലെ വസതിയിലും എറണാകുളം ടൗൺ ഹാളിലും മമ്മൂട്ടി അന്തിമോപചാരം അർപ്പിച്ചു. ആത്മസുഹൃത്തിനെ അവസാനമായി കാണാൻ മോഹൻലാലും ടൗൺ ഹാളിലേക്ക് ഓടിയെത്തി. അടുത്ത സുഹൃത്തിന്റെ വിയോഗം ഞെട്ടിച്ചെന്നും മികച്ച നടനെയാണ് നഷ്ടമായതെന്നും നടൻ രജനീകാന്ത്. 1977 മദ്രാസ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു രജനീകാന്ത്. It is shocking to know that my good friend Srinivasan is no more. He was my classmate in Film Institute, excellent actor and a very good human being. Let his soul rest in peace. 43 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ചെറിയ നീരസം പോലുമില്ലാത്ത സുഹൃത്തായിരുന്നു ശ്രീനിവാസനെന്ന് നടനും MLA-യുമായ M. മുകേഷ്. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു ശ്രീനിയെന്നും മുകേഷ്. ഒരു 43 കൊല്ലത്തെ ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യമായി പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. ചിരിപ്പിച്ചതിനും ചിന്തിപ്പിച്ചതിനും നന്ദിയെന്ന് നടൻ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ശ്രീനിവാസനുമായി കോളേജ് കാലം തൊട്ടുള്ള സൗഹൃദമെന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അനുസ്മരിച്ചു. ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച നടനാണ് ശ്രീനിവാസനെന്നും 1968 മുതൽ ശ്രീനിവാസനുമായുള്ളത് അടുത്ത സ്നേഹബന്ധമെന്ന് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അനുസ്മരിച്ചു. ആക്ടർ നിലയ്ക്ക് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഒരു വളരെ ഏറ്റവും നല്ല സുഹൃത്ത് നിലയ്ക്ക് ഒരു ബന്ധം എനിക്കുണ്ട്. അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. ശ്രീനിവാസനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിന്റെ വിയോഗം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നത് മാത്രമേ പറയാം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.